കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനം, കൃപ, വചനം അറിയാൻ പ്രാർത്ഥിക്കാം. എല്ലാം കാണുന്ന ദൈവം, നന്ദി. എല്ലാം അറിയുന്ന ദൈവം, എന്നെ പോറ്റുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം. ഉന്നതമായ അഭിഷേകം കർത്താവെ തരണമേന്ന് ഭാവിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതലിന്റെ വചനം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു. ആമേൻ. കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം നമുക്കൊരു അനുഗ്രഹത്തിന്റെ ദിവസമാകാൻ പോവുക. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഒരു ദൈവാനുഗ്രഹമാണ്. ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ദൈവാനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ ചെയ്യുന്ന കാര്യം അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ. അത് കുറവാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അത് തട്ടിപ്പോകുന്ന കാണാൻ പറ്റും. നല്ല അനുഗ്രഹങ്ങളൊക്കെ മാറിപ്പോകുന്ന കാണാൻ പറ്റും. എന്നിട്ട് ചിലപ്പോൾ വരാൻ തന്നെ സാധ്യത നമ്മളെ തകർക്കുന്ന ചില സംഭവങ്ങൾ, വ്യക്തികൾ, ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ്, അത് ഏത് ജീവിതത്തിലാണെങ്കിലും, സമർപ്പണ ജീവിതത്തിലാണെങ്കിലും, കുടുംബജീവിതത്തിലാണെങ്കിലും, സമൂഹ ജീവിതത്തിലാണെങ്കിലും, എവിടെയായെങ്കിലും ഒരു ദൈവാനുഗ്രഹം വേണം. ആ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. പഠിക്കുന്ന മക്കൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ദൈവാനുഗ്രഹം വേണം. എത്ര കഴിവുണ്ടെങ്കിലും, എത്ര ബുദ്ധിയുണ്ടെങ്കിലും, എന്തെല്ലാം നേട്ടമുണ്ടെങ്കിലും, എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ മിക്കവാറും അങ്ങ് അവസാനം ചെല്ലുമ്പോഴത്തേക്കും എല്ലാം തകർന്നു പോകും. അതുകൊണ്ട് ദൈവാനുഗ്രഹം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോവുക. ദൈവാനുഗ്രഹം വേണമെങ്കിൽ, അഭിഷേകം കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ നമുക്ക് വേണം പരിശുദ്ധാത്മാവ് നമ്മൾ അറിയണമെങ്കിൽ, അരൂപിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ, തമ്പുരാൻ ഇഷ്ടപ്പെട്ട മക്കളായിട്ട് തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിളിൽ ദാവീദിനെ കുറിച്ച് തിരുവചനം പറയുന്നൊരു വാക്കുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞൊരു വചനമാണ്. അതായത് ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവം പറയുന്നുണ്ട്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട, ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു മകൻ. അവിടെ വചനം പഠിക്കുമ്പോൾ അറിയാം. 1 സാമുവേൽ 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം 7-ാമത്തെ വചനമാണ്. അതായത് ആ വചനത്തിൻ്റെ പശ്ചാത്തലം പഠിക്കണം. സാമുവേൽ പ്രവാചകൻ ജസ്സയുടെ വീട്ടിൽ ചെന്നു. ദൈവം അരുളിച്ചേട്ട് ജസ്സയുടെ മക്കളിൽ ഒരുവനെ രാജാവായിട്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ് എന്ന് പ്രവാചകനോട് പറഞ്ഞു. പക്ഷേ ആരാണെന്ന് പ്രവാചകനോട് പറയുന്നില്ല. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറയും, ഇന്നയാളെ അനുഗ്രഹിക്കാൻ, ഇന്നയാളെ തൈലം പൂശി, തൈലം ഒഴിച്ച്, അവർ തലയിലേക്ക് തൈലം ഒഴിച്ച്, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന തൈലം ഉപയോഗിച്ച്, നമ്മൾ ജ്ഞാനസ്നാനത്തിൽ ഉപയോഗിക്കുന്ന അതിന് പ്രത്യേക, അതിൻ്റെ ശരിക്കും സംഭവമാണത്. അപ്പോൾ ആ തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യാൻ പോകണം. പക്ഷെ അവിടെ ചെന്നിട്ട് പറയുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പ്രവാചകന്റെ മുമ്പിലേക്ക് ജസ്സയെ തൻ്റെ മക്കളെ ഓരോരുത്തരും വിടാൻ തുടങ്ങി. ആദ്യം വിടുന്ന മൂത്ത മകനെയാ. ആ മകൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ആദ്യം ഈ പ്രവാചകന് തോന്നുന്നത് ഒരുപക്ഷെ ഇവനെ ആയിരിക്കാം ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. പക്ഷേ അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടുന്നുണ്ട്, വലിയൊരു വചനമാണ് കണ്ടുമുട്ടുന്നത്. ഏലിയാബിനെയാണ്, മൂത്ത മകൻ ഏലിയാബിനെയാണ് ആദ്യം ജസ്സ വിടുന്നത്. ഏലിയാബിനെ, നല്ല ശരീരമുള്ളവൻ, ആകാര ഭംഗിയുള്ളവൻ, വടിവൊത്ത ശരീരം, നല്ല കഴിവുള്ളവൻ, യുദ്ധത്തിൽ ഒരുപാട് പോയിട്ടുള്ളവൻ, നല്ല പരിചയമുള്ളവൻ. ശരിക്കും രാജാവാകേണ്ടത് അങ്ങനെയുള്ള ആളുകളാണ്. ബാഹ്യമായിട്ട് നല്ല കഴിവ്, നല്ല പ്രാപ്തി, നല്ല ശരീരം, നല്ല ബോധ്യം, നല്ല കഴിവ്, എല്ലാം പഠിച്ചവനാണ്, നയതന്ത്രം നന്നായിട്ട് അറിയാവുന്നവനാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സാമുവേൽ പ്രവാചകൻ ചിന്തിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഇവനെ ആയിരിക്കും ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇവനാകേണ്ടതെന്ന് പ്രവാചകൻ പോലും ചിന്തിക്കുക. പക്ഷെ അടുത്തോട്ടും വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഉടനെ ഈ പ്രവാചകന്റെ മേൽ നിറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ വചനമാണ് 7-ാമത്തെ വചനം. അതായത് പറയുന്നുണ്ട്, വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു, കർത്താവിൻ്റെ അഭിഷിക്തനാണ്,
മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല, കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും ശ്രദ്ധിക്കുന്നു. അതാണ് സംഭവം. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയം നോക്കുന്നു. ആണ് ഇവിടെ വചനത്തിൻ്റെ പവർ. അതാണ്. കർത്താവ് ശമൂവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല, കർത്താവ് കാണുന്നത്. യാഹാബ് അഹങ്കാരം ഉണ്ടായിരിക്കാം. രാജാവാണ്, താൻ കഴിവുള്ളവനാണ്, പ്രാപ്തിയാണുള്ള, ബുദ്ധിമാനാണ് എന്നുള്ള ചിന്ത കാണും. എന്തൊക്കെ അഹങ്കാരത്തിൻ്റെ ബന്ധനമുണ്ട്. ഒരുപക്ഷെ അവനെ രാജാവാക്കിയാൽ അവൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്ന് ആരും നിർബന്ധവുമില്ല. അവനാകേണ്ടതല്ലത്. നമുക്ക് ദൈവം ഹൃദയം നോക്കുന്നുണ്ട്. ബൈബിൾ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ദൈവം ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ അനുഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമുള്ളൂ, ആ വ്യക്തിയുടെ മനസ്സ് നോക്കിയ ദൈവം അനുഗ്രഹിക്കും. ഹൃദയം ശുദ്ധമാണോ? അതാണ് റോമാലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 28-29 വചനം നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വചനം പറയുന്നുണ്ട്, എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം. വീണ്ടും പറയാ, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാ യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. ദൈവം ഒരു വ്യക്തിയുടെ ബാഹ്യഭാവം നോക്കിയല്ല, ആചാരം നോക്കിയല്ല, ശൈലികൾ നോക്കിയല്ല അനുഗ്രഹിക്കുന്നത്, ഹൃദയം നോക്കിയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മറന്നേക്കരുത്. യെശയ്യാ 66 വചനം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാ ഞാൻ കടാക്ഷിക്കുക. ഹൃദയം നോക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-9 വചനമുണ്ട്. നല്ലൊരു വചനമാണ്, കൃപയുടെ വചനമാണ്. ഈശോ പഠിപ്പിക്കുകയാണ്, യെശയ്യാ പ്രവാചകന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് പറയുന്നത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കും. വ്യർത്ഥമായ ആരാധന എന്ത്? ഏതാണ് വ്യർത്ഥമായ സ്തുതിപ്പ്? അർത്ഥമില്ലാത്ത പ്രാർത്ഥന എപ്പോഴാണ്? ഹൃദയമില്ലാത്ത പ്രാർത്ഥന. ഹൃദയമില്ല, ഉള്ളിൽ വേറൊരു കാര്യം ബാഹ്യമായി കാണിക്കുന്ന ദൈവം നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ബാഹ്യ അനുഷ്ഠാനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് പോലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. റോമാലേഖനം 12-ാം അധ്യായം 1-2 വചനം, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. അവിടെ ഉള്ളു ശുദ്ധാണ്. ദൈവം ഹൃദയം നോക്കിയ ഹൃദയത്തെ കാപട്യം, വഞ്ചന, ചതി, ആസക്തി, ഭവ്യത കാണിക്കുമ്പോഴും ഉള്ളിലൊരു പ്രത്യേകതരം അഹങ്കാരം, ഞാനെന്ന ഭാവം, ധനികനാണെന്ന ചിന്ത, എനിക്കെല്ലാം ഉണ്ട്, ഇങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കില്ല. ദൈവാനുഗ്രഹം ഇന്ന് കാണാം. ഒരുപാട് വമ്പൻ വൃക്ഷങ്ങൾ കടപുഴകി വീണുകൊണ്ടിരിക്കുകയാണ്. വലിയ കുടുംബങ്ങൾ തകരുന്നു. നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല ചുറ്റുപാട്, നല്ല ബിസിനസ്, നല്ല എസ്റ്റേറ്റ്, നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, ലോകത്തിൽ പോകാൻ പറ്റുന്ന സ്ഥാനങ്ങൾ, ഉന്നതി. പക്ഷേ ഭയങ്കര പ്രശ്നത്തിലാണ്. കഴിഞ്ഞ നാളുകൾ ഓർക്കം വയ്ക്കുക, വലിയൊരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേറെ പിരിയാൻ തീരുമാനം എടുത്തുകൊണ്ട് ധ്യാനത്തിന് പങ്കെടുക്കാൻ വരിക. തീരുമാനം എടുത്തുകൊണ്ടാണ് വരുന്നത്. അവസാനം ധ്യാനിച്ചിട്ട് തീരുമാനിക്കാം. രണ്ടുപേരും കൂടി അടുത്ത് വന്നപ്പോൾ ഒറ്റ പ്രശ്നമുള്ള അവരുടെ ഉള്ളിൽ ഒടുക്കത്തെ അഹങ്കാരം. അത് തകരേണ്ടതാണ്, തകർന്നു പോകും. അഹങ്കാരമുള്ള മാതാപിതാക്കൾ, മക്കളൊക്കെ തകർന്നു പോകുന്നത് കണ്ടു ഞാൻ. കുറേ നേരം പ്രാർത്ഥിച്ചു, സങ്കടം എനിക്കുണ്ടായി. അവസാനം ഒരുപാട് എളിമപ്പെടാൻ തുടങ്ങി, കർത്താവിനെ കരയാൻ തുടങ്ങി, പശ്ചാത്തപിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇതുപോലെ ദൈവം തന്ന ദാനമാണെന്ന് ഏറ്റുപറയാൻ തുടങ്ങി. അപ്പോഴാ
അല്പൊരു അഭിഷേകം, അല്പൊരു പ്രകാശം, ശാന്തതയുടെ, സമാധാനത്തിൻ്റെ പ്രകാശം അവിടെ ഹൃദയത്തിലേക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും, ഞാൻ ധ്യാനിപ്പിക്കുമ്പോഴും, നിങ്ങൾ ധ്യാനിക്കുമ്പോഴും, സ്തുതിക്കുമ്പോഴും, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോഴും, ജപമാലകൾ ചൊല്ലുമ്പോഴും, സഭയിൽ ജീവിക്കുമ്പോഴും ഒക്കെ ചെയ്ത് ഇതൊക്കെ ഒരു ബാഹ്യമായ ഒരു പ്രകടനമാകരുത്. ദൈവം അത് നോക്കി ഒരിക്കലും ആരെയും അനുഗ്രഹിക്കാറില്ല. ദൈവം അനുഗ്രഹിക്കുന്നത് ഒരുവൻ്റെ ഹൃദയം നോക്കിയ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വചനം. പെസഹാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ജെറുസലേമിൽ ചെയ്തത് കണ്ട് ഒരുപാട് പേര് വിശ്വസിച്ചെന്നാ പറഞ്ഞു. എല്ലാവരും കൂടെ കൂടിയെന്നാ പറഞ്ഞു. പക്ഷെ വചനം പറയുന്നത് യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം ശുദ്ധമാകട്ടെ. എത്രമാത്രം നിനക്ക് എളിമപ്പെടാൻ പറ്റുമോ അത്രമാത്രം എളിമപ്പെടുക. പ്രഭാഷകന്റെ പുസ്തകം 3:18-19 വചനമുണ്ട്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അപ്പോൾ നീ ദൈവകൃപയ്ക്ക് നീ പാത്രമായിട്ട് തീരും. ദൈവത്തിൻ്റെ കൃപ കിട്ടും. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഒന്ന് നിറയാനും, പരിശുദ്ധ അമ്മ, സഭയുടെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ, ഈശോമിശിഹായുടെ അമ്മ ഒക്കെ ആകാൻ ഉണ്ടായ കാരണം എന്താ? ആ അമ്മയുടെ എളിമയല്ലേ? അമ്മയുടെ ഹൃദയം ശുദ്ധമല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അല്ലാണ്ട് അതിനകത്ത് കള്ളത്തരമൊന്നുമില്ല. പ്രാർത്ഥനയിലെ വാക്കുകളല്ല ദൈവം ശ്രദ്ധിക്കാറുള്ളത്, പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയം എങ്ങനെയാ? നല്ല പ്രാർത്ഥന ചൊല്ലുമ്പോൾ പെട്ടെന്ന് അഭിഷേകം കിട്ടുമെന്ന് പറയും. അത് ചില പറയും ആ പ്രാർത്ഥന എനിക്കൊരു അഭിഷേകമില്ല. കാരണം ആ പ്രാർത്ഥന അവൻ്റെ ഹൃദയം കൊണ്ട് വല്ല പ്രാർത്ഥന. അതിങ്ങനെ കർമ്മങ്ങളും ചടങ്ങുകൾ കാണിച്ചുകൊണ്ടിരിക്കും. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് സന്നിധിയിലായിരിക്കുമ്പോൾ ഹൃദയമില്ലാത്ത പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നില്ല. ഹൃദയമുള്ള പ്രാർത്ഥന, നിന്റെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന, എളിമയുള്ള പ്രാർത്ഥന ദൈവം അംഗീകരിക്കും. അതാണ് ചുങ്കക്കാരനും പരിസയനും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നു. അതേസമയം മറ്റേ ആളുടെ പരിസയൻ്റെ പ്രാർത്ഥന നല്ല പ്രാർത്ഥന, ഒരുപാട് കാര്യം ചെയ്യുന്നവന്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നവന്, ഉപവാസം എടുക്കുന്നവന്, പരോപകാര പ്രവർത്തി ചെയ്യുന്നവന്, പക്ഷേ അവനെ ദൈവം അനുഗ്രഹിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അവനൊക്കെ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായിട്ട് ചുങ്കക്കാരൻ ഇറങ്ങിപ്പോകുന്നതിന് ഒറ്റ കാരണമുള്ളൂ, അവൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ല. ഒറ്റ പ്രാർത്ഥന, കർത്താവേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് ഹൃദയം കൊണ്ടൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതാണ് ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9-14 വരെയുള്ള വചനത്തിൽ 14-ാമത്തെ വചനം പറയാം, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവസന്നിധി വരുമ്പോൾ പരമാവധി എളിമപ്പെട്ട് നിൽക്കണം. എളിമ, താഴ്ന്നു നിൽക്കണം, ശൂന്യവൽക്കരിക്കപ്പെട്ട് നിൽക്കണം. അത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-11 വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു അനുഭവം, ഈശോ ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ വചനം, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപത്തിലായി, എളിമയിലായി, ദാസനായി തീർന്നവർ, വളരെ ദാസനായി തീർന്നു. ഈശോ അടിമ ചെയ്യുന്ന ജോലിയാണ് ഈശോ അവസാനം ശിക്ഷകണത്തിന് മുമ്പ് ചെയ്യുന്നത്. കാലുകഴുകി ചുംബിക്കുന്ന, കാല് കഴുകുന്ന സംഭവം, പാദം കഴുകുന്ന സംഭവം, അങ്ങനെ ഹൃദയം ശുദ്ധമാണ്. അവിടെ ഈശോ നമുക്ക് തന്ന മാതൃകയാണ്. അവിടെ ശിഷ്യന്മാരും ആ മാതൃകയാണ്. എന്തൊരു എളിമയാണ്, എന്ത് ഹൃദയ വിശുദ്ധിയാണ്. ആ ഹൃദയ വിശുദ്ധി ഉള്ളിടത്തേക്ക് പരിശുദ്ധാത്മാവ് നിറയുക. അവിടെയാണ് അനുഗ്രഹം കിട്ടുന്നതാ. അനുഗ്രഹം കിട്ടുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇത് വേണം. അതാണ് അവൻ വന്നപ്പോൾ ദൈവം പറയുന്നുണ്ട്, അവനെ മാറ്റി നിർത്ത്, അവൻ്റെ ഹൃദയം ഞാൻ കണ്ടു, അവനെ തിരഞ്ഞെടുത്തിട്ടില്ല, അവൻ മാറി നിൽക്കട്ടെ, അവൻ അത് യോഗ്യതയില്ല. നിങ്ങൾ നോക്കുമ്പോൾ അവൻ യോഗ്യനാ, പക്ഷെ ഞാൻ നോക്കുമ്പോൾ യോഗ്യനല്ലെന്ന് ദൈവം പറയുക. നമ്മൾ പലരും യോഗ്യരെന്ന് പറയുന്നവരെ ദൈവം യോഗ്യരാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ചില ആളുകൾ നമുക്ക് ഭയങ്കര ബന്ധനമായിട്ട് മാറുന്നു, വലിയ പ്രശ്നമായിട്ട് മാറുന്നു. ദൈവം നോക്കുന്ന ഹൃദയമാണ്. അപ്പോൾ ഒരുവൻ അനുഗ്രഹം കിട്ടുന്നതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ധ്യാന കുടുംബം കാണാൻ പറ്റും. ഒത്തിരി പേര് വന്ന് കൂടുന്നു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, കൺവെൻഷനോ ഭയങ്കരമായിട്ട് കൂടുന്നു. പക്ഷേ അനുഗ്രഹം വീഴുന്നത് ഈ എളിമയുള്ള
ഹൃദയം, നിഷ്കളങ്കമായ ഹൃദയം, കാപട്യമില്ലാത്ത ഹൃദയം, അതിലേക്ക് ദൈവം കൃപ വർഷിക്കുക, അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുക. ദാവീദ്, ബാലനായ ദാവീദിനെ ദൈവമായ കർത്താവ് അവനെ അനുഗ്രഹിക്കണം. അവൻ വരുമ്പോഴേ പറയുന്നുണ്ട്, ശരിക്കും വീട്ടിൽ നിന്നൊക്കെ തള്ളപ്പെട്ടവനാ, അവൻ വരുമ്പോഴേ പറയാം, സാമൂഹ്യം പറയാം, അതെ അവനെ തന്നെയാ ഇസ്രായേൽ രാജാവായിട്ട് ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അവൻ ആ നിഷ്കളങ്കന. അതാണ് ദാവീദിൻ്റെ സങ്കീർത്തനം വായിക്കാൻ പറ്റും. ചില സമയത്ത് വീണുപോയി, പാപത്ത് വീണുപോയിട്ട് പോലും ആ പാപത്തിൽ വീണതിന് ശിഷ്ടകാലം മുഴുവനും തനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്തുകൊണ്ട് ദൈവബന്ധം ഉറപ്പിക്കുന്നൊരു മനുഷ്യനെ കണ്ടുമുട്ടാൻ പറ്റും. തമ്പുരാനോടുള്ള സ്നേഹം പിന്നെ ആ മനുഷ്യൻ കളഞ്ഞിട്ടില്ല. ശക്തമായിട്ട് ദൈവത്തോട് കൂടെ നിൽക്കുന്ന കാണാൻ പറ്റും. ദൈവവചനം, ഒന്ന് തെറ്റുപറ്റി, ഇനി ഒരിക്കലും തെറ്റുപറ്റില്ല, പറ്റിയത് പറ്റി, സംഭവിക്കില്ല, ഇനി ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം തുടങ്ങുക. അതുകൊണ്ട് മക്കളെ, ദൈവം പ്രസാദിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന വേണം. ഗലാത്യ ലേഖനം 6:14-15 പൗലോസ് പറയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും അഭിമാനിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. എന്നിട്ട് പറയും, പരിച്ഛേദനം നടത്തുകയോ നടത്താതിരിക്കുകയോ അതൊന്നും പ്രധാനപ്പെട്ടതല്ല. പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് പരമപ്രധാനമെന്ന് പറയുമ്പോൾ പറയാണ്, ഉള്ളാണ് ദൈവം നോക്കുക, ഹൃദയമാണ് നോക്കുന്നത്. ബാഹ്യ അടയാളങ്ങളെക്കാളുപരി ഹൃദയം എങ്ങനെ നിൽക്കുന്നു, നിനക്ക് ഈശോയുടെ വിശ്വാസം, ഈശോയുടെ സ്നേഹം, ഹൃദയബന്ധം. ഇത് ഹൃദയം തകർന്നു. ബാഹ്യമായിട്ട് നമ്മൾ കുറേ സമ്മാനപ്പൊതുകൾ കൊടുത്ത് മറ്റുള്ളവരെ വീഴിക്കാൻ നോക്കരുത്, മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാൻ നോക്കരുത്. ഒന്നും കാര്യമില്ല, എല്ലാം നോക്ക്. ദൈവം ഹൃദയം ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ഹൃദയം വിശുദ്ധമാണ്. നമുക്ക് എല്ലായിടത്തും വേണം, ശുശ്രൂഷ ചെയ്യുന്നിടത്തും, കുടുംബജീവിതത്തിൽ, ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കൾ എല്ലായിടത്തും ഹൃദയത്തിൻ്റെ നിർമ്മലമായ ഹൃദയം ഉണ്ടാകണം. അവിടെയാണ് കർത്താവിൻ്റെ വലിയ കൃപ പ്രവർത്തിക്കപ്പെടുന്നത്. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, അത് ശരിക്കൊരു വിശുദ്ധ മെത്രാനായിരുന്നു. ഒരിക്കൽ ഈശോ വചനം പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഈശോ അടുത്തില്ലെന്നു. ഈശോ ആ കുഞ്ഞിനെ അടുത്ത് കാണിച്ചിട്ട്, ഈ കുഞ്ഞിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് പറയുന്നു. കഥ പറയാറുണ്ട്. സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യനെ കുറിച്ച് പറയാറുണ്ട്. ആ കുഞ്ഞാണ് പിന്നീട് സഭയുടെ വലിയൊരു മെത്രാനായിട്ട്, വലിയൊരു അഭിഷേകത്തിൻ്റെ ക്രിസ്തുസാക്ഷിയായിട്ട് മാറിയതിൻ്റെ പിന്നിൽ ശിശുവായി തീരുന്നത്, ഹൃദയത്തിൽ വിശുദ്ധി നിറഞ്ഞ വ്യക്തികൾ. യോഹന്നാനെ കർത്താവ് തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെയുണ്ടെന്ന്. നിഷ്കളങ്കനായ മനുഷ്യൻ ദൈവം തിരഞ്ഞെടുക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്പർശനം കിട്ടണമെങ്കിൽ ഹൃദയം നിർമ്മലമായിരിക്കണം. അതാണ് ഇവിടെ വേണ്ട ഏറ്റവും വലിയ കാര്യം. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ, 2-ാം അധ്യായം പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1-2 വചനം, അല്ല 2-ാമത്തെ വചനം പറയാം, നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. വക്രതയുള്ള ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാനാവസരങ്ങളിൽ നല്ല കുമ്പസാരം നടത്തുന്ന മക്കള്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവരിലേക്ക് അഭിഷേകം വ്യാപിക്കുന്ന കാണാൻ പറ്റും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. അനനിയാസും സഫീറായും അവർ അപ്പോസ്തലനായ പത്രോസിന്റെ മുമ്പിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട്. ആദിമസഭയിൽ എല്ലാവരും തങ്ങളുടെ വസ്തുക്കൾ വിറ്റ് സമർപ്പണം നടത്തുമ്പോൾ അപ്പോസ്തലന്മാരുടെ പാദത്തിൽ കൊണ്ടുവെക്കുമ്പോൾ ഇവരും വിൽക്കുന്നുണ്ട്. വിറ്റിട്ട് ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് അവർ ബാക്കിയെല്ലാം കൊണ്ടുവച്ചു. എന്നിട്ട് വളരെ ചിരിച്ച് കളിച്ചു പോവുക. പക്ഷേ പത്രോസിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കള്ളത്തരം കാണിച്ചിട്ടുണ്ട് അവിടെ, പാപം നടന്നിട്ടും. അതാണ് പലപ്പോഴും നമ്മുടെ ചില ജീവിതക്രമങ്ങൾ, സ്വഭാവങ്ങൾ, വാക്കുകൾ, മറ്റുള്ളവരോട് നമ്മൾ നടത്തുന്ന വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെയുണ്ട്. ഇതിനകത്തൊക്കെ കള്ളത്തരം വരുമ്പോഴാണ് ദൈവാനുഗ്രഹം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം തുറക്കാം, കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് അത്ഭുതം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. യഥാർത്ഥമായി നീ വിശ്വസിച്ചാൽ സൗഖ്യത്തിനായിട്ട് നീ ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, വിശുദ്ധനാകാൻ നീ ഹൃദയം കൊണ്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ സ്തുതിക്കുന്നത് ഹൃദയം കൊണ്ടാണെങ്കിൽ, മനസ്സ് തുറന്നാണ് നീ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, ഹൃദയം വെച്ചുകൊണ്ടാണ് നീ ബലിയർപ്പിക്കുന്നത് എങ്കിൽ, തീർച്ചയായിട്ടും ഒരു കുർബാന കൊണ്ട് നിനക്ക് നിന്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയുള്ള പവർ കിട്ടുകയാണ്. അവിടെ ദൈവം നോക്കുന്ന ഹൃദയവ. ഓരോ ദേവാലയത്തിലും നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം നോക്കുന്നത് ഹൃദയവ, മനസ്സിനെ നോക്കുന്നു. ആ മനസ്സ് സുസ്ഥമായിരിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന പങ്കെടുക്കാം. ഈ സമയത്ത് നിഷ്കളങ്കമായ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന പക്ഷം നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ല
അറിഞ്ഞിടുവിൻ. കരുണയായിരിക്കണേ ദൈവമേ, കരുണ കാണിക്കണേ. സമ്പാദ്യമാണെന്നു കരുതിയ നേട്ടമെല്ലാം ഈശോയെ അനുഗ്രഹിക്കണേ, കരുണയായിരിക്കണേ. സൗഭാഗ്യമേകില്ല എന്നോർത്ത് മനം തുറക്കൂ. അഭിഷേകം തരണേ, അനുദപിക്കാം. അഭിഷേകം തരണേ ഈശോയെ. ഹൃദയം കൊണ്ട് അങ്ങേ ആരാധിക്കാൻ, അങ്ങേ സ്നേഹിക്കാൻ കൃപ തരണമേ ഈശോ. ഞങ്ങളുടെ പൈശാചിക ബന്ധനങ്ങൾ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ, ധനമോഹങ്ങളുടെ, ചെടികപാപങ്ങളുടെ, വ്യഭിചാരത്തിൻ്റെ, സ്വയംഭോഗം, സ്വവർഗരതി തുടങ്ങിയ മ്ലേച്ഛപാപങ്ങളുടെ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, പാപകരമായ സംഭവം കർത്താവ്, ഇതെല്ലാം ഞങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും അങ്ങയുടെ മുമ്പിൽ അയക്കുക. കർത്താവേ, ഇത് മുഴുവൻ എടുത്തു മാറ്റാൻ കൃപ വർഷിക്കണമേ. അതെടുത്തു മാറ്റിക്കൊണ്ട് എളിമയുള്ള ഹൃദയത്തോടെ അങ്ങ് ആരാധിക്കാൻ ഈ സമയത്ത് കൃപ തരണമേ. അങ്ങനെ ആരാധിക്കുന്ന ഞങ്ങളെ ഈശോനെ അനുഗ്രഹിക്കുകയും കൃപ നൽകി സംരക്ഷിക്കുകയും ചെയ്യണമേ ഈശോ. ബലിവേദിയിൽ വന്നു നിൽക്കുമീ നിമിഷവും ഈശോയെ കരുണയായിരിക്കണേ. മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകിൽ ദൈവമേ കരുണ വർഷിക്കണേ. സംപ്രീതനാകില്ല നാഥനി കാഴ്ചകളിൽ. ഹൃദയം കാണും ദൈവമേ, എന്നോട് കരുണ കാണിക്കണേ. സ്വീകാര്യമാകില്ല നിന്നോട് ഈശോ യാഗാർപ്പണം. ദൈവമേ കൈനീട്ടി തൊട്ട് അനുഗ്രഹിക്കണേ. ഇന്നെങ്കിലും ദൈവമേ ഇനിയെങ്കിലും ഈശോ അനുരഞ്ജനത്തിൻ്റെ വഴി തേടുവിൻ. ഈശോ സന്തോഷമായി വന്നു സ്തുതിക്കാം. ബലി എല്ലാം കെട്ടുവഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളുടെ ബന്ധനം കഴിയട്ടെ. ഈ മക്കളുടെ കുടുംബത്തിലെ പൈശാചിക ബന്ധനം കഴിയട്ടെ. പാപത്തിന്റെ കെട്ട് അഴിഞ്ഞു പോകട്ടെ. രോഗങ്ങൾ അഴിഞ്ഞു പോകട്ടെ. നിരാശ വിട്ടുപോകട്ടെ. വെറുപ്പ് വിദ്വേഷം വിട്ടുപോകട്ടെ. കർത്താവ് ഈ സമയത്ത് അങ്ങയുടെ ആണിപ്പോഴുള്ള കൈകൾ നീട്ടി ഹൃദയശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണം കർത്താവ്. അഭിഷേകം ചെയ്യണേ കർത്താവ്. തെരഞ്ഞെടുക്കണം കർത്താവ്. ദാവീദിനെ അഭിഷേകിച്ചതുപോലെ, സാമുവേലിനെ അഭിഷേകം ചെയ്തതുപോലെ അഭിഷേകം ചെയ്യണമേ. സ്നാപയോഹന്നാനെ അഭിഷേകിച്ചതുപോലെ അഭിഷേകം ചെയ്യണമേ. പത്രോസ്, പൗലോസ് അപ്പോസ്തലന്മാരെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ നിന്റെ വലതുകരം നീട്ടി ഓരോ മകനും മകളെയും തൊട്ടനുഗ്രഹിക്കണമേ. ഈ സമയത്ത് കർത്താവേ ഹൃദയവിശുദ്ധിയോടെ ഞങ്ങളുടെ മക്കളെല്ലാം പ്രാർത്ഥിക്കുന്നു. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. പാപവീഴ്ച പ്രാർത്ഥിക്കുന്നു. ശുദ്ധ മനസാക്ഷിയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ സ്വന്തം മക്കളായി തീരാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജീവിതം മാത്രം മുന്നിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളെ കർത്താവിത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ വർഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ, കെട്ടടിയട്ടെ, പാപക്കെട്ടടിയട്ടെ, അശുദ്ധി വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, തടസ്സങ്ങളൊക്കെ മാറട്ടെ. സാത്താന്റെ പ്രവർത്തനം നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറട്ടെ, എല്ലാം കെട്ടുപാടിയട്ടെ, എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ. സമാധാനം എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. ഒതേമേ സ്തോത്രദൈവമേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ. കർത്താവിന്റെ കരം നമ്മുടെ മേൽ ദാ വെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നന്ദി പറയട്ടെ. ശുദ്ധ മനസാക്ഷിയോട് പ്രാർത്ഥിക്കാം. ശിശുതുല്യമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ഹൃദയം നിർമ്മലമാക്കിക്കൊണ്ട് ആരാധിക്കാം. ആരാധന കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു. കർത്താവിനെ ആരാധിക്കുന്ന മക്കളെ, ഹൃദയശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, ദൈവം തന്റെ കൃപ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഹല്ലേലൂയ. ലോകം മുഴുവൻ്റെ മേലും കൃപയ്ക്കുമേ കൃപ ചൊരിയപ്പെടട്ടെ. ലോകം മുഴുവൻ്റെ മേലും കൃപയ്ക്കുമേ കൃപ, കൃപയ്ക്കുമേൽ കൃപ.